എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇതുവരെ ഫോട്ടോസും വീഡിയോസും ഒന്നും ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും ഫംഗ്ഷൻ നടന്ന അന്നത്തെ സ്റ്റോറീസും പിന്നെ വീഡിയോസും ഒക്കെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് എനിക്ക് ഇപ്പോഴും വരുന്ന കുറച്ച് മെസ്സേജസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വന്നത് ഞാൻ എൻഗേജ്മെൻറ്റ് ഇട്ട ഈ ഒരു പിങ്ക് ലെഹങ്കയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കൊക്കെ സാരി നോക്കാൻ വേണ്ടി ഒരു റാൻഡം വിസിറ്റ് ജയലക്ഷ്മിയിൽ നടത്തിയപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ച അതേ കളറിൽ ഒരേ ഒരു പീസ് എനിക്ക് വേണ്ടി വെച്ച പോലെ അവിടെ ഇരിക്കുന്നു. ഇതൊരു സെമി സ്റ്റിച്ച്ഡ് പോലെയായിരുന്നു. സ്കേർട്ട് എനിക്ക് ചെറിയ ഓൾട്രേഷൻ ചെയ്യേണ്ടി വന്നു. പിന്നെ ടോപ്പിൽ കുറച്ച് വർക്ക് ഒക്കെ ആഡ് ചെയ്തിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പാറ്റേണിലേക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കുറച്ച് ക്ലോസ് ഫാമിലി റിലേറ്റീവ്സ് പിന്നെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികം ക്രൗഡഡ് അല്ലാത്തൊരു പാറ്റേൺ ആണ് ഞാൻ ബ്ലൗസിന് ഓപ്റ്റ് ചെയ്തത്. ഇതിവിടെ തൃശ്ശൂരുള്ള TR ക്രിയേഷൻസിലാണ് ചെയ്തത്. എനിക്കുണ്ടല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ മനസ്സിൽ നല്ല ക്ലിയർ ഡിസൈനും ഡീറ്റെയിലിങ്ങും വർക്കും ഒക്കെ ഉണ്ട്. പക്ഷെ അത് വേറൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എനിക്ക് വലിയൊരു ടാസ്ക്കാണ്. അക്കാര്യത്തിലാണ് ടിനു എന്നെ ശരിക്കും ഞെട്ടിച്ചത്. പിന്നെ എനിക്ക് ഫംഗ്ഷന്റെ അന്ന് ഒത്തിരി കോംപ്ലിമെന്റ്സ് കിട്ടിയതായിരുന്നു എൻ്റെ ജ്വല്ലറി പിന്നെ മേക്കപ്പ്. എക്സോട്ടിക് മേക്ക് ഓവർ ആയിരുന്നു എൻ്റെ മേക്കപ്പും ഹെയർ ഒക്കെ ചെയ്തത്. മേക്കപ്പ് നല്ല ലൈറ്റ് ആക്കിയിട്ട് ഹെയർ നല്ല ലോങ് ആക്കിക്കോളാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജ്വല്ലറി കണ്ടിട്ട് ഔട്ട്ഫിറ്റിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തതാണെന്ന് വരെ എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഞാൻ പോയപ്പോൾ കറക്റ്റ് മാച്ചിന് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ ആഡ് ചെയ്യാം.